കാലിക്കടവ് ലഹരിവേട്ടയിൽ നടുക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ മുഹമ്മദ് ഹുസൈൻ പ്രതിയായ കാസർഗോഡ് MDMA കേസിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരുന്നു. പ്രതികൾക്ക് 7 ജില്ലകളിൽ ഇടനിലക്കാരുണ്ട് എന്ന് പോലീസ് കണ്ടെത്തുന്നു. 3 ജില്ലകളിലെ ഇടനിലക്കാർക്കായി MDMA വിതരണം ചെയ്ത ശേഷമാണ് കാസർഗോഡ് ഇയാൾ എത്തിയത്. മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിൽ വിതരണം ചെയ്തുവെന്നാണ് കണ്ടെത്തൽ. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും. അരുൺ, അപ്പോൾ ഈ ഹുസൈൻ ഒപ്പം പിടിയിലായിട്ടുള്ള 2 പേർ, 3 പേരും യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കളാണ്. ഈ ഹുസൈന് പ്രധാനപ്പെട്ട UDF നേതാക്കളുമായി അടുത്ത ബന്ധം, VD സതീശനുമായി വീട്ടിൽ വരാനും പോകാനും മാത്രം അത്രമേൽ അടുപ്പം, തോളിൽ കൈയിടുന്ന തരത്തിലുള്ള സൗഹൃദം. അപ്പോൾ ഈ ബന്ധങ്ങളെല്ലാം മറയാക്കിക്കൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഇയാൾ സംസ്ഥാനത്തിന്റെ അങ്ങേയറ്റം മുതൽ ഇങ്ങേയറ്റം വരെ ലഹരി കച്ചവടം നടത്തുകയായിരുന്നു. ഇയാളെക്കുറിച്ച്, ഇയാളുടെ സുഹൃത്തുക്കളെ കുറിച്ച്, പിടിയിലായിട്ടുള്ളവരെ കുറിച്ച് പുറത്തുവരുന്ന പോലീസ് കണ്ടെത്തുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ആശിഹാസ്, കാലിക്കടവിലെ ലഹരി കേസിൽ റിമാൻഡിലായിട്ടുള്ള പ്രതികൾ ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കണ്ണികളാണെന്നാണ് പോലീസിന്റെ അന്വേഷണത്തിൽ വ്യക്തമാകുന്നത്. ഇവർ എറണാകുളത്ത് നിന്നും ഈ ലഹരി മരുന്നുമായി എത്തി. പിന്നീട് 3 ജില്ലകളിൽ ഇത് വിതരണം ചെയ്തിട്ടുണ്ട്. കണ്ണൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലാണ് വിതരണം ചെയ്തത്. അതിനുശേഷമാണ് ഇവർ കാസർഗോട്ടേക്ക് എത്തിയത്. ആ ഘട്ടത്തിലാണ് കാസർഗോഡ് അതിർത്തിയായിട്ടുള്ള കാലിക്കടവിൽ നിന്ന് ഇവരെ പിടികൂടിയത്. അതായത് എറണാകുളത്ത് നിന്ന് വരുന്ന സമയത്ത് ഇവർ 500 ഗ്രാമോളം MDMA ഇവരുടെ പക്കൽ ഉണ്ടായിരുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് മറ്റു ജില്ലകളിലെ ഇടനിലക്കാർ വഴി വിതരണം ചെയ്ത് പിന്നീട് കാസർഗോട്ടെ ഒരു സ്ഥലത്തേക്ക് വിതരണത്തിന് വേണ്ടി എത്തിയ ഘട്ടത്തിലാണ് പിടിയിലായതെന്നാണ് വ്യക്തമാകുന്നത്. ഏതായാലും അതുമാത്രമല്ല, ഇവർക്ക് 7 ജില്ലകളിൽ ഇടനിലക്കാരുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതോടൊപ്പം ബംഗളൂരു, ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ നിന്നാണ് ഇവർ ലഹരി മരുന്ന് എറണാകുളത്തേക്ക് എത്തിക്കുന്നത്. അതിനുശേഷം ഇടനിലക്കാർ വഴി വിതരണം ചെയ്യുകയാണ് ഇവർ ചെയ്യുന്നത്. ഈ 1 മാസത്തിനിടെ മാത്രം 4 തവണ ഇവർ മൊത്ത വിതരണം നടത്തിയിട്ടുണ്ട്, മൊത്ത കച്ചവടം നടത്തിയിട്ടുണ്ട് ഈ ലഹരി മരുന്ന് എന്ന വിവരം കൂടി എന്തായാലും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അതായത് ചെറിയ കക്ഷികളെ അല്ല പിടികൂടിയിട്ടുള്ളത്, ഈ ലഹരി കടത്തുമായി ബന്ധപ്പെട്ട വലിയ മീനുകളാണ് ഈ പിടിയിലായവർ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. എന്തായാലും പോലീസ് പറയുന്നത് ഇതിൽ വിശദമായ അന്വേഷണം നടക്കുന്നു എന്നതാണ്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് കടക്കുമുടൻ തന്നെ കസ്റ്റഡി അപേക്ഷ നൽകുമെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതിനിടെ ഇവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം സംബന്ധിച്ചുള്ള വിവരം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് തന്നെ ഇവർക്കെതിരെ വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമോ, അല്ലെങ്കിൽ ഏതെങ്കിലും നിലയിൽ സ്വാധീനിക്കപ്പെടുമോ എന്നുൾപ്പെടെയുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. പോലീസ് പറയുന്നത് ഇവരെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്യും, തുടർ അന്വേഷണം നടക്കും എന്നതാണ്. കൃത്യമായ അന്വേഷണം തന്നെ നടക്കണം. അരുൺ പൂപ്പറമ്പയാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ 7 ജില്ലകളിൽ ഇവർക്ക് ഇടനിലക്കാരുണ്ടെങ്കിൽ അവർ ആരൊക്കെയാണ്? അവർ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധമുള്ള ആളുകളാണോ? എങ്ങനെയാണ് ഇവർ പ്രവർത്തിച്ചിരുന്നത്? ഇവർ ആർക്കൊക്കെ ലഹരി വിറ്റിട്ടുണ്ട്? ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി ലഭിച്ചത്? ഇത്തരത്തിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ലഭിക്കണമെങ്കിൽ രമേശ് ചെന്നിത്തലയുടെ പോലീസ്, ആഭ്യന്തര വകുപ്പ് വിശദമായ ഒരു അന്വേഷണം തന്നെ ഈ വിഷയത്തിൽ നടത്തണം. അങ്ങനെ സംഭവിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം.